തിരഞ്ഞെടുപ്പ് സമയത്തെ മറ്റൊരു മാധ്യമ ദുഷ്ടലാക്ക് മാധ്യമ വിദ്യാർത്ഥികൾക്ക് കൗതുകകരമായി പരിശോധിക്കാവുന്നതാണ്. തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും മറ്റ് ഇടതുപക്ഷ നേതാക്കന്മാരും പങ്കെടുക്കുന്ന പൊതുയോഗങ്ങളും അവരുടെ പ്രസംഗങ്ങളുമൊക്കെ ഏറിയോ കുറഞ്ഞോ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അക്കാര്യങ്ങൾ അവഗണിച്ചു എന്ന് പറയാനാവില്ല. പക്ഷേ ഏതൊരാൾക്കും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി ജനങ്ങളുടെ മുൻപാകെ വെക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ, നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചുള്ള വിശകലനങ്ങൾ എന്നുവേണ്ട തിരഞ്ഞെടുപ്പിൽ സംവദിക്കുന്ന വിഷയങ്ങളെ റിപ്പോർട്ട് ചെയ്യാതെ പരിപാടി മാത്രം പറഞ്ഞു പോകുന്നു എന്ന നില. മുഖ്യമന്ത്രിയും മറ്റുള്ളവരും ഉയർത്തിക്കൊണ്ടുവരുന്ന ഗൗരവതരമായ പ്രശ്നങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ മൗനം പാലിക്കുന്നു. മുഖ്യമന്ത്രിയും മറ്റു നേതാക്കന്മാരും എന്താണ് പറയുന്നത്, അവർ മുൻപോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം എന്താണ്, അവരുന്നയിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ജനങ്ങൾ അറിയാതിരിക്കാൻ ബോധപൂർവമായ പരിശ്രമമാണ് സംഘടിതമായി മാധ്യമങ്ങൾ നടത്തുന്നത്. മുഖ്യമന്ത്രിയുടെ ചിത്രം കാണിക്കും, മുഖ്യമന്ത്രി പ്രസംഗിച്ചു എന്ന് പറയും, പരിപാടിയെക്കുറിച്ച് പരാമർശിക്കും. പക്ഷേ അതീവ ഗൗരവത്തോടുകൂടി മുഖ്യമന്ത്രി ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, പാർട്ടി സെക്രട്ടറി ഉന്നയിക്കുന്ന വിഷയങ്ങൾ, വാർത്താ സമ്മേളനങ്ങളിൽ വിശദീകരിക്കുന്ന കാര്യങ്ങൾ അത് ജനങ്ങളിൽ എത്തരുത് എന്ന നിർബന്ധ ബുദ്ധി മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. പലപ്പോഴും മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടികളെ കുറിച്ച് കൊടുക്കുന്ന വാർത്ത മാധ്യമ പ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും അപഹാസ്യമായ രീതിയിലാണ്. മുഖ്യമന്ത്രി പ്രസംഗിക്കുന്ന മൈക്ക് പ്രവർത്തിച്ചില്ല, മൈക്ക് പിണങ്ങിയെങ്കിലും മുഖ്യമന്ത്രി പിണങ്ങിയില്ല, മുഖ്യമന്ത്രി പിണങ്ങി എന്നൊക്കെയുള്ള രീതിയിൽ പൈങ്കിളിവൽക്കരിച്ചുകൊണ്ട് ഏതാനും ചില പരാമർശങ്ങൾ നടത്തിപ്പോവുക എന്നതിനും അപ്പുറം ജനങ്ങളുമായി മുഖ്യമന്ത്രി സംവദിക്കുന്ന, മറ്റു നേതാക്കന്മാർ സംവദിക്കുന്ന, രാജ്യത്തെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായ ഗൗരവതരമായ വിഷയങ്ങൾ, ആ വിഷയങ്ങളിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ എത്താതിരിക്കാൻ, ശ്രദ്ധ പതിയാതിരിക്കാൻ അതീവ ജാഗ്രതയാണ് മാധ്യമങ്ങൾ പുലർത്തുന്നത്. മാധ്യമധർമ്മം പാടെ വിസ്മരിക്കപ്പെട്ട മാധ്യമ പ്രവർത്തനത്തെയാണ്, അഥവാ മാധ്യമ പ്രവർത്തനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത മറ്റേതോ പ്രവർത്തനത്തെയാണ് ഇന്ന് മലയാളി മാധ്യമ പ്രവർത്തനമായി കാണുന്നത്.